നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകൾ യമനിൽ തുടരുകയാണ്. കൊല്ലപ്പെട്ട യമനി യുവാവ് തലാൽ മഹദിയുടെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ഉമർ ഹഫീലിന്റെ പ്രതിനിധികളാണ് ചർച്ച നടത്തുന്നത്. എന്നാൽ കേസിൽ മാപ്പ് നൽകാനാകില്ലെന്ന് തലാലിന്റെ കുടുംബാംഗം ഫേസ്ബുക്കിൽ കുറിച്ചു. വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾക്കിടെ കാന്തപുരം മഹത്തായ മാനവികത ഉയർത്തിപ്പിടിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതികരിച്ചു. ഇന്ന് നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിയതിന്റെ ആശ്വാസം. ഇനി പ്രതീക്ഷ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിലാണ്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കുടുംബം തയ്യാറാവുക എന്നതാണ് പ്രധാന കടമ്പ. ഇതിനുള്ള ചർച്ചകളാണ് സൂഫി പണ്ഡിതൻ ഉമർ ഹഫീലിൻ്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബാംഗങ്ങളും ഗോത്രപ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കേസിൽ മാപ്പ് കൊടുക്കാനാകില്ലെന്ന് തലാലിൻ്റെ കുടുംബാംഗം അബ്ദുൽ ഫത്താഹ് ഫേസ്ബുക്കിൽ കുറിച്ചു. ചർച്ച നടന്നെങ്കിലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ശിക്ഷ നടപ്പാക്കാനാണ് കുടുംബം ആഗ്രഹിക്കുന്നതെന്നും അബ്ദുൽ ഫത്താഹ് വ്യക്തമാക്കി. തുടർ ചർച്ചകളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കാന്തപുരം മർക്കസ് വൃത്തങ്ങൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് തുടർന്നും ഇടപെടുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. ഇതിൻ്റെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടു. തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും അവരുടെ കുടുംബവും കേരളവും എല്ലാം കാതോർത്ത് നിൽക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചകളുടെ ഫലമായി ഇന്ന് നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരുന്നു. മീഡിയ 1 കോഴിക്കോട്.